ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ ഭാഗികമായി പുനരാരംഭിക്കാൻ ഒമാൻ. ദുബായ് ബഹ്റൈൻ സർവീസുകൾ ഒമാൻ എയർ ഏപ്രിൽ 18 മുതൽ ആരംഭിക്കും. ഏപ്രിൽ 20 മുതൽ ഷാർജ സർവീസ് തുടങ്ങുമെന്ന് സലാം എയറും അറിയിച്ചു. യുദ്ധ സാഹചര്യങ്ങളെ തുടർന്ന് തടസ്സപ്പെട്ട വിമാന സർവീസുകൾ ഒമാൻ സാധാരണ നിലയിലേക്ക് എത്തിക്കുകയാണ്. പ്രമുഖ വിമാന കമ്പനികളായ ഒമാൻ എയറും സലാം എയറും വരും ദിവസങ്ങളിൽ കൂടുതൽ സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏപ്രിൽ 18 മുതൽ ദുബായ് ബഹ്റൈൻ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ തുടങ്ങുമെന്നാണ് ഒമാൻ എയർ അറിയിച്ചത്. ആഭ്യന്തര സർവീസായ മസ്കറ്റ് കസബ് വിമാനങ്ങളും ഏപ്രിൽ 18 മുതൽ പഴയപടി ലഭ്യമാകും. ബജറ്റ് എയർലൈനായ സലാം എയർ ഏപ്രിൽ 20 മുതൽ ഷാർജയിലേക്കുള്ള വിമാനങ്ങൾ പുനരാരംഭിക്കും. ഏവിയേഷൻ അനലിറ്റിക്കൽ കമ്പനിയായ സിറിയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെയുള്ള കാലയളവിൽ മാത്രം 50 ലക്ഷം യാത്രക്കാരെ വിമാനങ്ങൾ റദ്ദാക്കിയത് ബാധിച്ചുവെന്നാണ് ഏകദേശ കണക്ക്. മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള അന്താരാഷ്ട്ര സർവീസുകളെയാണ് ഇത് സാരമായി ബാധിച്ചത്. മാർച്ച് പകുതിയോടെ വിമാനങ്ങൾ റദ്ദാക്കുന്ന എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. റദ്ദാക്കൽ നിരക്ക് 20 മുതൽ 30% താഴ്ന്നത് വ്യോമയാന മേഖല തിരിച്ചുവരവിൻ്റെ പാതയിലാണെന്നതിൻ്റെ സൂചനയാണ്. യുദ്ധ സാഹചര്യങ്ങൾ ശാന്തമാകുന്നതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ നഗരങ്ങളിലേക്ക് സർവീസുകൾ ആരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. മീഡിയ 1 മസ്കത്ത്.